ഇനി നമ്മൾ പഠിക്കാൻ പോണത് നമ്മൾ മുമ്പേ സമ്മ് കണ്ടതുപോലെ തന്നെ ഈ ഒരു ടേബിളിൽ നിന്ന് നമ്മുടെ ഓരോ സ്റ്റുഡൻറ്റിൻ്റെയും മിനിമം മാർക്കും മാക്സിമം മാർക്കും ഒന്ന് കണ്ടുപിടിക്കാൻ പോവാണ്. അപ്പോൾ അതിന് 2 ഫങ്ഷൻസ് ആണുള്ളത്. മിനിമം എന്ന് പറയുന്ന ഒരു ഫങ്ഷനുണ്ട്, മാക്സിമം എന്ന് പറയുന്ന ഒരു ഫങ്ഷനുണ്ട്. അപ്പം ഞാനിപ്പോൾ ഇവിടെ മിനിമം കണ്ടുപിടിക്കാൻ വേണ്ടി മിനിമം എന്നൊന്ന് എഴുതുകയാണ്. മാക്സിമം കണ്ടുപിടിക്കാൻ വേണ്ടി മാക്സിമം എന്നൊന്ന് എഴുതുകയാണ്. ഇനി നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ നമ്മുടെ ഫോമുലയ്ക്ക് വേണ്ടി ആദ്യം നമ്മൾ ഈക്വൽ ടു സിമ്പിൾ ഇട്ട് തുടങ്ങുകയാണ്. ഇനി നമ്മൾ ഫോമുല അപ്ലൈ ചെയ്യണം. അപ്പോൾ എനിക്ക് മിനിമം ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് പല രീതിയിൽ നമ്മൾ കണ്ടു. ഫോർമുല ബാറിൽ പോയിട്ട് നമുക്ക് ഫോമുല തപ്പാം. ഇപ്പം അതിന് ഇൻസേർട്ട് ഫംഗ്ഷൻ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ വേണമെങ്കിൽ ടൈപ്പ് എ ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ ഓഫ് വാട്ട് യു വാണ്ടഡ് ടു ഡു ആൻഡ് ദെൻ ക്ലിക്ക് ഗോ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ടത് മിനിമം ആണല്ലോ. അപ്പം നമുക്ക് അങ്ങനെ തന്നെ ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കാം. നമുക്കറിയത്തില്ല ഫോർമുല ഏതാണെന്നോ. മിനിമം എന്ന് കൊടുത്തിട്ട് ഗോ എന്ന് അടിച്ചു കഴിഞ്ഞാൽ റെക്കമെൻഡ് ചെയ്തേക്കുന്ന കുറേ ഫോർമുലകൾ ഇവിടെയുണ്ട്. അതിനകത്ത് നിന്ന് നമുക്കിത് മിനി എന്ന് പറയുന്നൊരു ഫംഗ്ഷനെ കാണാം. അപ്പോൾ ഇവിടെ പറഞ്ഞേക്കാണ് റിട്ടേൺ ദി സ്മോളസ്റ്റ് നമ്പർ ഇൻ എ സെറ്റ് ഓഫ് വാല്യൂസ്. അപ്പോൾ ഇതാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്കതൊന്ന് ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്ത് നോക്കാം. ഞാനത് ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ ഓക്കെ പ്രസ് ചെയ്യുന്നു. ഞാനിപ്പോൾ ഡബിൾ ക്ലിക്ക് ചെയ്തു. അത് കഴിഞ്ഞപ്പം നമ്മളോട് ചോദിക്കുകയാണ് എവിടെ നിന്നാണ് കണ്ടുപിടിക്കേണ്ടതെന്ന്. സിസ്റ്റം തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു റേഞ്ച് തന്നിട്ടുണ്ട്. B4 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇതാണ് B. അപ്പോൾ 4 എന്ന് പറയുന്നത് ഇത് വരും. കറക്റ്റ് അല്ലേ? B4. അപ്പോൾ ശരിയാണ്. അപ്പോൾ B4 മനസ്സിലായി. പിന്നെ പറഞ്ഞേക്കുന്നത് B10 ആണ്. അത് നമുക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ B10 എന്ന് പറയുന്നത് ഇവിടെ വന്നിരിക്കും അല്ലേ? കാരണം B10 ഇതാണ്. ഓൾ റൈറ്റ്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മളിനി സെലക്ട് ചെയ്യാൻ പോണ സെല്ല് ഏതാണെന്ന് നമുക്ക് പിടികിട്ടി. പക്ഷേ നമുക്കറിയാം ഇതിനകത്ത് ഇപ്പോൾ ഒരു പ്രശ്നം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ B10 വരെ എടുക്കുമ്പോഴത്തേക്ക് ഈ ഒരു സെല്ലിൽ നമുക്ക് വാല്യൂ ഇല്ല. പിന്നെ ഇവിടെ ടോട്ടലും വന്നിട്ടുണ്ട്. അത് നമുക്ക് വേണ്ട. നമുക്ക് വേണ്ടത് ഈ മാക്സിനകത്തെ ഏറ്റവും മിനിമം വാല്യൂ എത്രയാണെന്നാണ് അറിയേണ്ടത്. അതല്ലെന്നുണ്ടെങ്കിൽ ബീന എന്ന് പറയുന്ന സ്റ്റുഡൻറ്റിൻ്റെ ഏറ്റവും മിനിമം മാർക്കാണ് അറിയേണ്ടതെങ്കിൽ ഈ ഒരു രീതിയിലാണ് നമുക്കറിയേണ്ടത്. അപ്പോൾ ഏതാണ് നമ്മുടെ ലോജിക്ക് നമുക്ക് മനസ്സിലാക്കണം. ഞാൻ വീണ്ടും ഇപ്പം ഫോർമുല എസ്കേപ്പ് അടിച്ചപ്പോൾ പോയി. അപ്പോൾ ഒന്നുകൂടി എടുക്കുവാണ്. ഇവിടെ നമുക്ക് ക്ലിക്ക് ചെയ്തെടുക്കാം. മിനിമം എന്ന് ടൈപ്പ് ചെയ്യാണ്. ഗോ അടിക്കുന്നു. മെനു കിട്ടി. അപ്പം ഈ പറഞ്ഞിരിക്കുന്ന ഈ ഒരു നമ്പർ ഫോർമാറ്റിനെ ഞാൻ ഡിലീറ്റ് ചെയ്തിട്ട് എൻ്റെ ആർഗ്യുമെൻ്റാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ എനിക്കിപ്പോൾ മാത്സിലെ ഏറ്റവും മിനിമം മാർക്കാണ് കണ്ടെത്തുന്നതെങ്കിൽ ഞാനിത് ഇതുപോലെ മൗസ് ഉപയോഗിച്ച് സ്ക്രോൾ ചെയ്ത് സെല്ലുകളെ സെലക്ട് ചെയ്യും. എന്നിട്ട് ഓക്കെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കണ്ടോ 45. നിങ്ങൾ നോക്കി ഇതിനകത്ത് ഏറ്റവും മിനിമം എന്ന് പറയുന്നത് 45 അല്ലേ? അതാണ് അതിൻ്റെ കാര്യം. ഇനി മാക്സിമം എന്ന് പറയുന്നത് മാക്സിൻ്റെ മാക്സിമം കണ്ടുപിടിക്കണമെങ്കിൽ ഈക്വൽ ടു നമ്മൾ എന്ത് ചെയ്യുന്നു, ഇൻസേർട്ട് ഫോർമുല കൊടുക്കുകയാണ്. ഇവിടുന്ന് ഡയറക്റ്റായിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഇവിടുന്ന് കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വേണമെങ്കിൽ ഒന്ന് തപ്പിയെടുക്കാം. പക്ഷേ അത് തപ്പിയെടുക്കാൻ നിങ്ങൾക്ക് പാടായിരിക്കും. ഏത് സെക്ഷനിലാണ് നമുക്ക് അറിയത്തില്ലല്ലോ, തുടങ്ങിയതേ ഉള്ളതുകൊണ്ട്. അതുകൊണ്ട് ഏറ്റവും എളുപ്പം ഇത് തന്നെയായിരിക്കും. എന്നിട്ട് ഇവിടെ നമ്മൾ വന്നിട്ട് മാക്സിമം എന്നുള്ളതിന് മാക്സ് എന്ന് കൊടുത്തിട്ട് സെർച്ച് ചെയ്താൽ മാക്സ് എന്ന് പറഞ്ഞ ഫോർമുല കിട്ടും. എൻ്റർ ചെയ്യുന്നു, ഫോർമുല ചോദിക്കുന്നു, സെല്ല് ചോദിക്കുന്നു, സെല്ല് സെലക്ട് ചെയ്യുന്നു, ഓക്കെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കണ്ടോ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് 80 ആണ്. ശരിയല്ലേ? നമ്മൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ 80 ആണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഓരോ സ്റ്റുഡൻറ്റിൻ്റെയും വാല്യൂ കണ്ടുപിടിക്കാം. ഇപ്പോൾ ബീനയ്ക്ക് ഏറ്റവും ടോപ്പസ്റ്റ് ഏത് സബ്ജക്റ്റിനാണ് കിട്ടിയതെന്ന് അറിയണമെങ്കിൽ ഏറ്റവും ടോപ്പസ്റ്റ് വാല്യൂ ഏതെന്ന് അറിയണമെങ്കിൽ 90 ആണ്. പിന്നെ നമ്മളിനി പഠിച്ചു പോകുമ്പം അത് ഏത് സബ്ജക്റ്റിനാണെന്ന് നോക്കി നമ്മൾ ട്രേസ് ചെയ്തെടുക്കാൻ പോവുകയാണ്. ഇനി അതുപോലെ തന്നെ നമുക്ക് ഈ മിനിമം മൊത്തം ഈ സെല്ലുകളുടെ കണ്ടുപിടിക്കേണ്ടതെങ്കിലും നമുക്ക് ചെയ്യാം. നമ്മൾ മുമ്പേ കണ്ടതുപോലെ റേഞ്ച് ഓഫ് സെൽ, ഇപ്പോൾ ഈ 2 സെല്ലിൽ നിന്ന് കണ്ടുപിടിക്കണമെങ്കിലും കണ്ടുപിടിക്കാം. നമുക്ക് ജസ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കാം. അപ്പോൾ ഞാൻ ഈക്വൽ ടു മിൻ എന്ന് കൊടുത്തിട്ട് നേരിട്ട് ഫോർമുലയാണ് ഈ സമയത്ത് യൂസ് ചെയ്യുന്നത്. കൺട്രോൾ കീ പ്രസ് ചെയ്തുകൊണ്ട് ഈ ഒരു സെല്ല് സെലക്ട് ചെയ്യുന്നു, എന്നിട്ട് കോമ ഇടുന്നു. വീണ്ടും കൺട്രോൾ കീ പ്രസ് ചെയ്തുകൊണ്ട് ഈ ഒരു സെല്ലും സെലക്ട് ചെയ്യുന്നു, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു. എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെയും ഈ 2 സെല്ലുകളിലെയും ഏറ്റവും മിനിമം വാല്യൂ 45 കാണിച്ചു വരുന്നു. ഇതുപോലെ തന്നെ നമുക്ക് മാക്സിമം നോക്കാം. ഈക്വൽ ടു മാക്സ്, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു. എന്നിട്ട് ഈ റേഞ്ച് ഓഫ് സെല്ല് നമ്മൾ കൊടുത്തിട്ട് ബ്രാക്കറ്റ് എൻഡ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് അവിടുത്തെ ഏറ്റവും മാക്സിമം വാല്യൂ കിട്ടും. നിങ്ങൾ നോക്കൂ, ഇതിനകത്തെ ഏറ്റവും മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് 90 ആണ്. അപ്പോൾ പല രീതിയിൽ നിങ്ങൾക്ക് ഈ ആർഗ്യുമെൻറ്റിനെ പ്രസൻറ്റ് ചെയ്യാമെന്നുള്ളത് നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ ഈ 2 ഫങ്ഷൻസും നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക. ഈ ഒരു എക്സൽ ഷീറ്റ് ഞാൻ നമ്മുടെ കോഴ്സിൻ്റെ റിസോഴ്സ് പേജിൽ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. താങ്ക് യു.